ശ്രീ ജേക്കബ് ജോർജ്, ഇതുവരെയും സണ്ണി ജോസഫ് എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ ഗ്രൂപ്പുകളിലാവാം, അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിൻ്റെ പിന്നിൽ നിന്നയാളാണ്, നേതാക്കളുടെ ഒപ്പം അവർക്ക് പ്രിയപ്പെട്ടവരായി. ഇന്നലത്തേക്ക് യോഗത്തിൽ എല്ലാ നേതാക്കന്മാരും അദ്ദേഹത്തെ കൈപിടിച്ചു കൊണ്ടുവന്നതിൻ്റെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെയൊക്കെ പിതൃത്വം അവകാശപ്പെടാനൊക്കെ ഉള്ള വലിയ വെമ്പലായിരുന്നു. അതല്ലാതെ അദ്ദേഹം KPC പ്രസിഡന്റ് ആകുന്നതോട് ഗംഭീരനായ ഒരാൾ KPC പ്രസിഡന്റായി വന്നു, ഇനിയൊന്നും പേടിക്കാനില്ല, അദ്ദേഹം സംഘടനാപരം എന്ന രീതിയിൽ ഒരു KPC പ്രസിഡന്റായി വരുന്നയാളിനെ അവതരിപ്പിക്കുന്നതിനപ്പുറം ഞങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ കൂടെ നടന്ന് കാര്യങ്ങൾ പഠിച്ചത് എന്ന് പറയുന്ന നിലയിൽ അദ്ദേഹത്തെ പരിമിതപ്പെടുത്തുന്ന വിധത്തിലാണ് പലരും അദ്ദേഹത്തെ അവിടെ ഷോക്കേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തു ആവട്ടെ, ആ നിലയിലേക്ക് ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന പലരെക്കാളും ഒരുപടി ഉയർന്ന, കെ സുധാകരനേക്കാൾ ഒരുപടി ഉയർന്ന നിലയിലേക്ക് സണ്ണി ജോസഫിനെ അവതരിപ്പിക്കാൻ കോൺഗ്രസ്സിനായോ? രണ്ടാമത്തെ കാര്യം, പിരിഞ്ഞു പോകുന്ന KPC പ്രസിഡന്റ് എന്ന നിലയിൽ കെ സുധാകരൻ പോലും സണ്ണി ജോസഫാണ് പ്രസിഡന്റ് ആവുന്നതെന്ന് യഥാർത്ഥത്തിൽ അറിയുന്നത് വാർത്തകളിലൂടെയല്ലേ? ശരത്തെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കാഴ്ചപ്പാട്, വ്യക്തിപരമായിട്ട് ഞാൻ സാധാരണ ആരെയും അങ്ങനെ ദോഷം പറയാറില്ല ആരെക്കുറിച്ചും. പ്രേംകുമാർ ഇപ്പം തന്നെ പറഞ്ഞില്ലേ, പ്രേംകുമാർ പറഞ്ഞത് ശരിക്കും അദ്ദേഹം വളരെ സൗമ്യനായ, ഒരു പെരുദോഷം കേൾപ്പിക്കാത്ത ഒരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. ഞാനും അതിനോട് യോജിക്കുന്നത്. കാരണം ഞാൻ നിയമസഭാംഗം എന്ന നിലയ്ക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും നിയമസഭയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. സണ്ണി ജോസഫിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്ന് രണ്ട് ചാനൽ ചർച്ചകളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. വളരെ സൗമ്യനായ ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരു KPCC അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസ് എന്ന സംഘടനയുടെ തലപ്പത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ, ഒരു കാലത്ത് കോൺഗ്രസ് KSUവിൽ നിന്ന്, യൂത്ത് കോൺഗ്രസിൽ നിന്ന് കടന്നു വന്ന AK ആന്റണിയെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ ഉള്ള പ്രഗത്ഭന്മാർ നയിച്ച ഒരു കോൺഗ്രസ് സംഘടന, ആ സംഘടനയുടെ തലപ്പത്തേക്ക് സണ്ണി ജോസഫ് എന്ന താരതമ്യേന ചെറുപ്പക്കാരനായ, താരതമ്യേന പരിചയമില്ലാത്ത, രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായിട്ട് അത്ര വലിയ പരിചയമില്ലാത്ത, രാഷ്ട്രീയമായിട്ട് കേരള സമൂഹത്തിൽ ഒരു തലയെടുപ്പില്ലാത്ത സണ്ണി ജോസഫ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം നിലകൊള്ളുന്നത് ആ സ്ഥാനത്തെത്തുമ്പോൾ ആ സ്ഥാനത്തിനനുസരിച്ച് ഉയരാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വരേണ്ടത്. ആ സ്ഥാനത്തൊക്കെ നമുക്കിപ്പം കെ മുരളീധരനെ കുറിച്ച് പറയാം. കെ മുരളീധരൻ ഇന്നും ചർച്ചാ വിഷയമായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. കെ മുരളീധരൻ്റെ വരവ് വളരെ വളരെ ദയനീയമായ സ്ഥിതിയിൽ നിന്നായിരുന്നു. MP ആയി, സേവകദാൾ പ്രസിഡന്റ് എന്ന നിലയ്ക്കിൽ നിന്ന് നേരിട്ട് MP ആയി, അതും ആൻ്റണിയുടെ ഔദാര്യം കൊണ്ട്, കെ കരുണാകരൻ്റെ മകൻ എന്ന നിലയ്ക്ക് MP ആയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് കെ മുരളീധരൻ പടിപ്പടിയായിട്ട് ഉയർന്നു. KPCC അധ്യക്ഷനായപ്പോൾ കെ മുരളീധരൻ കേരളം കണ്ട ഏറ്റവും നല്ല KPCC അധ്യക്ഷന്മാരിൽ ഒരാളായിട്ട് മാറുകയായിരുന്നുവല്ലോ ശരത്തെ. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു പുതിയ നേതൃത്വം, ഒരു പുതിയ ചൈതന്യം പകരാൻ സണ്ണി ജോസഫിന് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ, കെ സുധാകരൻ്റെ ഭരണകാലം, KPCC അധ്യക്ഷനായിരുന്ന 4 വർഷക്കാലം കോൺഗ്രസ്സിന് കാര്യമായി എന്തെങ്കിലും പുരോഗതിയോ വളർച്ചയോ ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അന്നേ ഞാനൊക്കെ ചാനൽ ചർച്ചകളിലും ചില ലേഖനങ്ങളിലൊക്കെ എഴുതിയിരുന്നത്, ഒരു കാരണവശാലും KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ശോഭിക്കാൻ കഴിയുന്ന ആളാവില്ല സുധാകരൻ എന്നാണ് 4 വർഷം മുമ്പ് ഞാനൊക്കെ സൂചിപ്പിച്ചിരുന്നത്. പലരും എന്നോടൊക്കെ എതിർക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്ന് അദ്ദേഹം എത്ര കാര്യങ്ങളൊക്കെ വീമ്പിടിച്ചു കെ സുധാകരൻ. അല്ല, അവിടെയാണ് ശ്രീ ജേക്കബ് ജോർജ്, അത് കെ സുധാകരൻ്റെ മാത്രം പരാജയമല്ല. പുറകോട്ട് നോക്കിയാൽ കെ സുധാകരൻ പരാജയപ്പെട്ടു, MM ഹസൻ പരാജയപ്പെട്ടു, മുല്ലപ്പള്ളി പരാജയപ്പെട്ടു. 2016 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് VM സുധീരനാണ് KPCC പ്രസിഡന്റ്. ആ തോൽവിയുടെ സമയത്ത് പിന്നീടാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. എത്രയെത്ര പരീക്ഷണങ്ങൾ നടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനൊരു വലിയ രാഷ്ട്രീയ വെല്ലുവിളി തന്നെയുണ്ട്. പക്ഷേ പ്രേംകുമാർ പറഞ്ഞൊരു വാചകം പ്രസക്തമല്ലേ? ഇപ്പുറത്ത് നിൽക്കുന്ന മുന്നണിയോ മുഖ്യമന്ത്രിയോ ആ എതിരാളികൾ എന്നതിനേക്കാൾ അപ്പുറം ഒപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ, അദ്ദേഹം നേരിടേണ്ടി വരുന്ന വലിയ വെല്ലുവിളി അവരിൽ നിന്നല്ലേ? സണ്ണി ജോസഫ് ഈ നിലയിൽ, ഈ പദവിയിലേക്ക് എത്താൻ യോഗ്യനല്ല എന്ന് കരുതുന്ന നേതാക്കൾ അദ്ദേഹത്തിന് ചുറ്റും ഉണ്ട് എന്നൊരു പ്രശ്നം അദ്ദേഹം നേരിടുന്നില്ലേ? അത് ശരിയാണ് ശരത്തെ. കോൺഗ്രസ്സിൽ എപ്പോഴും
ഏത് നേതാവ് അധികാരത്തിലേക്ക് വന്നാലും ആ നേതാവിനെ എതിർത്ത് തോൽപ്പിക്കാൻ തയ്യാറെടുത്ത് വരുന്ന കുറേ ശക്തികൾ, കുറേ നേതാക്കൾ കോൺഗ്രസ്സിനകത്ത് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ആൻ്റോ ആൻ്റണിയുടെ പേര് കേട്ടപ്പോൾ ആൻ്റണിക്കെതിരെ അങ്ങ് ശത്രുക്കൾ അങ്ങ് നിരനിരയായിട്ട് ഇറങ്ങുമായിരുന്നു. അവരെയൊക്കെ സുധാകരനെ അങ്ങ് പിന്തുണയ്ക്കാൻ കൂടി എല്ലാവരും. അത് സുധാകരൻ മാത്രം മതി, എന്ത് നല്ല പ്രസിഡന്റ്, എന്തൊക്കെ നേട്ടങ്ങളാണ് അദ്ദേഹം നേടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ സണ്ണി ജോസഫ് വന്നപ്പോഴത്തേക്ക് ആ എതിർപ്പ് കുറഞ്ഞു എന്ന കാര്യം ഓർക്കണം നമ്മൾ. സണ്ണി ജോസഫ് വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ആരും എതിർക്കാനുണ്ടായില്ല. കാരണം ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞ് പ്രഖ്യാപിക്കുകയായിരുന്നു. ആ പ്രഖ്യാപനത്തോട് യോജിച്ചില്ലെങ്കിൽ തങ്ങൾ ഒറ്റപ്പെട്ടു പോകും. പിന്നെ ശരത്ത് ചോദിച്ച ചോദ്യം, പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്ന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ? കെ മുരളീധരൻ, ഇപ്പോൾ പറഞ്ഞ VM സുധീരൻ, മുല്ലപ്പള്ളി തുടങ്ങിയ മുൻ KPCC അധ്യക്ഷന്മാർ, MP മാർ, ഇവർക്കൊക്കെ കേരളത്തിലെ കോൺഗ്രസിനകത്ത്, കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണ് എൻ്റെ ശരത്തെ ഉള്ളത്? എന്ത് പ്രസക്തിയാണ്? കെ സുധാകരൻ സ്ഥാനം നഷ്ടപ്പെട്ടതോടുകൂടി കെ സുധാകരന് കോൺഗ്രസ്സിൽ ഒരു സ്ഥാനവും ഇല്ലാതെയായി. കോൺഗ്രസിൻ്റെ അകത്തെ ഒരു സ്ഥിതി, ഒരു നേതാവ് സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആ നേതാവിൻ്റെ കൂടെ അണിചേരുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. സണ്ണി ജോസഫിൻ്റെ കൂടെ ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടിട്ട് ആൾക്കാർ കൂടെ ചേരും, യാതൊരു സംശയമില്ല.